ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്ര ഹാപ്പി ട്രെയിൻ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ഇവിടെയുള്ള മലയാളി ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഒരു ഓണാഘോഷമാണ്, ഒരു ഓണം പോട്ട്ലക്ക് സദ്യ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ അധികം പേരൊന്നുമില്ല, ഞങ്ങളൊരു 5 ഫാമിലി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരു 3 ഐറ്റംസ് വെച്ച് ഉണ്ടാക്കി കൊണ്ടുവരാണ്. അത് കഴിഞ്ഞ് ചെറുതായിട്ട് കുട്ടികൾക്കൊരു ചെറിയൊരു ഗെയിമും, കുട്ടികൾക്കും വലിയവർക്കും ചെറിയൊരു ഗെയിമും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് ഓണാഘോഷം എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വരും കേട്ടോ. സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സാമ്പാർ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ ക്യാബേജ് തോരനുണ്ട്, അതാവുന്നേ ഉള്ളൂ. പിന്നെ ചോറും പപ്പടമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങിയിട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വന്നപ്പോൾ തന്നെ അവരുടെ ലോകത്തായി, അവരുടെ കളിയിലായി. വലിയവരും ബിസിയാണ്, എല്ലാം സെറ്റാക്കുകയാണ്. ഇപ്പോൾ സദ്യ ടൈമായി തുടങ്ങി ഏകദേശം. അപ്പോൾ എല്ലാം സെറ്റാക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പൂക്കളം സെറ്റാക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒറിജിനൽ പൂക്കളമൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ മാല വെച്ചിട്ട് പൂക്കളം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൂക്കളം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഫോട്ടോ സെക്ഷനിലേക്ക് കടന്നു. അപ്പോൾ ആ ഒരു പണി കഴിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തേക്ക് ഇരുത്തി ഫോട്ടോസ് എടുക്കുകയാണ്. ഇവരെ ഇപ്പോൾ വിട്ടാൽ പിന്നെ കിട്ടില്ല, പിന്നെ കളിയിലായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഫോട്ടോസ് എടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ സദ്യയിലേക്ക് കടന്നു. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന ഐറ്റംസൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് സദ്യക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു. സേമിയ, പാലട, പിന്നെ പരിപ്പ് പ്രഥമൻ, അങ്ങനെ 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്കുള്ള സദ്യ വിളമ്പാണ്. അവരെ ഇരുത്തി കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് സദ്യവട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഉപ്പേരി ഉണ്ടായിരുന്നു, ശർക്കര വരട്ടി ഉണ്ടായിരുന്നു, ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പച്ചടി ഉണ്ടായിരുന്നു, പിന്നെ പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു, കൂട്ടുകറി ഉണ്ടായിരുന്നു, പിന്നെ ആപ്പിൾ അച്ചാർ ഉണ്ടായിരുന്നു, പുളിയിഞ്ചി ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് വിളമ്പാൻ വിട്ടുപോയിട്ടോ. പിന്നെ ഇസ്റ്റ് വിളമ്പി, അത് കഴിഞ്ഞിട്ട് ചോറ് വിളമ്പി, പിന്നെ പരിപ്പ് വിളമ്പി, നെയ്യ് വിളമ്പി, പിന്നെ സാമ്പാർ, പപ്പടം, പിന്നെ 3 കൂട്ടം പായസം. എല്ലാം കൂടി ഞാൻ സദ്യ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും മനസ്സറിഞ്ഞ് കുശാലായിട്ട് ഒന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുശനില മുറിച്ചു വെച്ചു, തുമ്പപ്പൂൻ ചോറ് വിളമ്പി, ആശിച്ച കറികളെല്ലാം ഇങ്ങനെ കൂട്ടിക്കുഴച്ച് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് പിന്നെ ഓണക്കളി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആദ്യം കുട്ടികളുടെ കസേരക്കളിയായിരുന്നു. അടുത്ത ഗെയിം കുളം കരയാണ്. അപ്പോൾ അതെങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു, ഹനിയും അനുവും കൂടിയിട്ട്. അടുത്തത് വലിയവർക്കുള്ള ഗെയിം സുന്ദരിക്ക് പൊട്ടുകുത്തലായിരുന്നു.
കിട്ടി. നോക്കത്തില്ല. മതി മതി. അയ്യോ അയ്യോ തല. എത്തി. അങ്ങനെ അവസാന കുട്ടിക്കലാശമായിട്ട് എല്ലാവരും ഡംസ്റ്റർ ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചു. ബോയ്സ് ആൻഡ് ഗേൾസ് ഗ്രൂപ്പ് തിരിഞ്ഞ് കളിക്കുകയാണ്. ഓടി ഫിനിഷ് ഓടി വീട് മൗണ്ടൻ മല ഓക്കെ മലപ്പുറം ഷാജി പുരുഷന്മാർ 1 2 3 എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അല്ല അങ്ങനെയാക്കാൻ കേട്ടാ. അത് ഒഴിവാക്കണം. പോയി സൗണ്ട് പോയി ഔട്ട്. സ്പെഷ്യൽ സാധാ ഇനിയിപ്പോ ആവേശത്തില ഈ ആവേശത്തിലെ മറ്റേ പെണ്ണ് പറയില്ലേ, മറ്റേ തൊട്ടാ മുമ്പ് എങ്ങനെ ഓരോ ഇത് പറഞ്ഞു വന്നാൽ കണ്ടുപിടിക്കരുത്. മാനാമത്തായാലും മോഹൻലാൽ മാനത്തെ കൊട്ടാരത്തിൽ മേലെ പറമ്പിൽ മാങ്ങ. എല്ലാം തന്നെ മെസ്സേജ് പേപ്പർ അറിയില്ല. ഭയങ്കര അങ്ങനെ കളിയൊക്കെ അവസാനിച്ചു. കുട്ടികൾക്കായിട്ട് ചെറിയൊരു ഓണസമ്മാനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഓണാഘോഷമൊക്കെ അവസാനിച്ചു. ഇപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ഓണാഘോഷം? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.